ചപ്പാത്തിക്ക്, ദോശയ്ക്കും, അപ്പത്തിനും, പൊറോട്ട എന്ത് വേണേലും കഴിക്കും. ചോറിനും പെട്ടെന്ന് കറി വെക്കാം. പെട്ടെന്ന് കടല വേവുന്ന താമസമേ ഉള്ളൂ. ഇത് കരിയാപ്പിലോട് ഇട്ട് ആദ്യം ഒരു ചട്ടി എടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക്, ജീരകം, കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ജീരകം ഇടുക. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടുക. ഒരു 2 സവാള, ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, തക്കാളിക്ക് 2 തക്കാളിക്ക് ഉണ്ട്. 2 തക്കാളി, കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് മല്ലി. സ്പൂണ് കണ്ട ഇങ്ങനത്തെയാണ്. മുളക് ഞാൻ കുറച്ച് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നു. ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെയൊക്കെ കറിയൊക്കെ കടലക്കറിയൊക്കെ വെക്കാനും കിഴങ്ങി ഇറക്കിയൊക്കെ വാങ്ങിയതാണ്. അതെന്താ മസാല? ചാറ്റ് മസാല എന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ട്. ആ മസാലയാണ് ഇത്. നല്ലതാണ്, നല്ല ടേസ്റ്റാണ് ഈ മസാല ചേർത്താൽ. ഞാനിവിടെ പണിക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇത് ചേർത്ത് കറി വെച്ചായിരുന്നു. അതുകൊണ്ടാണ് അതൊരു 1.5 സ്പൂണ് ചേർക്കുന്നത്. അത്രയും മഞ്ഞൾപ്പൊടി, അത്രയും മഞ്ഞൾപ്പൊടി. ഇനി ഒരു ചെറിയ പണിയുണ്ട്. എല്ലാവരും തേങ്ങാപ്പാൽ ചേർക്കും. ഞാൻ കുറച്ച് കടല അരച്ച് ചേർക്കുക. 2 സ്പൂൺ, 2 സ്പൂണല്ല, കയ്യിലല്ല. റോസ്റ്റ് വരും. വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് ചേർക്കാം. തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. ഒരു നുള്ളു ഉപ്പ് പൊടിയാണ്. കടല 4 വിസിൽ കഴിപ്പിച്ചു. കുട്ടി വീഡിയോ എടുക്കാൻ വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കടല നേരത്തെ തണുത്താൽ അരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ 4 വിസിൽ കഴിപ്പിച്ചു. വെള്ളക്കടലയാണ്, മറ്റേ കടല ഇല്ല, കറുത്തത്. അതുകൊണ്ട് ഞാൻ വെള്ളക്കടല കഴിച്ചു. അല്ലെങ്കിൽ 2ഉം കൂടെ ചേർത്താൽ വെക്കുക. വെള്ളക്കടല പകുതി, കറുത്ത കടല പകുതി, അങ്ങനെ വെക്കുക. വെക്കാൻ കടല എത്ര ചേർത്തെന്ന് വെച്ചാൽ ഒരു 1/4 കിലോ കടല ഞാൻ നാഴി കാണിക്കാം. ഈ നാഴിക്ക് ഇത്രയും മട്ടോ ചേർത്തിട്ടുള്ളൂ. ചാറ് നീട്ടി വെക്കണമെങ്കിൽ കടല കുറച്ചുകൂടി അരയ്ക്കണം. ആൾക്കാർ കൂടുതലുള്ളവർക്ക് തികയണമെങ്കിൽ കുറച്ചുകൂടി ചാറ് നീട്ടി വെക്കാം. എല്ലാ മക്കളും കടലക്കറി വെക്കണേ. വെച്ചിട്ട് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ പറയാം. അമ്മയടുത്ത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം എല്ലാവരും. പിന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലത് കാണാത്തോലം കണ്ടില്ലേ കടലക്കറി. ഓക്കെ, ഹായ്, ശരി. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട്